വീണ്ടും ഒരു കർക്കിടക മാസം ആയിരിക്കുകയാണ്. ഈ മാസമാണ് നമ്മൾ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതും എല്ലാം. അപ്പോൾ ഇന്ന് ആയുർവേദവും കർക്കിടക ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ കൂടെയുള്ളത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തൃശൂർ ബ്രാഞ്ച് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ജിതിൻ രാജ് RS ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ? ശരിക്കും കർക്കിടകം എന്ന വാക്ക് തന്നെ തെറ്റാണ്. കർക്കടകം എന്നാണ് പറയേണ്ടത്. കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കർക്കിടക രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കർക്കിടകം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു കർക്കിടകം എന്നാവുന്നേ ഉള്ളൂ. കർക്കിടകം എന്ന് വേണം പറയാൻ. കർക്കിടകം എന്ന് വേണം ശരിക്കും പറയാൻ. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയും ദേഹാവസ്ഥയും ഒക്കെ പ്രതികൂലമാകുമ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ആയുർവേദ ഭിഷഗ്വരന്മാർ തയ്യാറാക്കിയ ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് സുഖ ചികിത്സ എന്നൊക്കെ പറയില്ല, അപ്പൊ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഒരു സുഖ ചികിത്സയാണോ? അങ്ങനെയല്ല, കർക്കിടകത്തിലും സുഖചികിത്സ എടുക്കാം. സുഖചികിത്സ എടുക്കാൻ കർക്കിടകം തന്നെ വേണമെന്നൊന്നുമില്ല. കർക്കിടകത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയാണെങ്കിലും ദേഹമാണെങ്കിലും ഒക്കെ നമുക്ക് ദഹനശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് അതിനെയൊക്കെ നമുക്ക് പ്രതികൂലമായിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് ശരീരത്തിന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഉള്ള ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ. അത് രോഗമുള്ളവർക്കും എടുക്കാം, രോഗമില്ലാത്തവർക്കും എടുക്കാം. അതിന് രണ്ടിനും രണ്ട് ചികിത്സാ രീതികളാണ്. കർക്കിടക മാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആയുർവേദത്തില് ഈ കർക്കിടക മാസത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? കർക്കിടകത്തിൽ മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നോക്കണ്ട, ഇപ്പം കാലാവസ്ഥ മൊത്തം മാറി മറിഞ്ഞിരിക്കുന്ന സമയങ്ങളാണ്. ഇടമുറിയാതെ മഴ പെയ്യുന്ന അവസ്ഥയായിരിക്കും. ആ സമയത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വാദം കൂടി, വാദത്തിന്റെ വേദന എന്നൊക്കെ. ആ സമയത്ത് വാദദോഷം കൂടുതലായി ശരീരത്തിൽ വരികയും ശരീരത്തിന്റെ മൊത്തം ചയാപചയ പ്രവർത്തനങ്ങൾ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയമായിരിക്കും. അതിനെയൊക്കെ വീണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കർക്കിടക ചികിത്സ. അപ്പൊ ഈ കർക്കിടക ചികിത്സയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? കർക്കിടക ചികിത്സയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിന്റെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കുറച്ച് ദുരിതാവസ്ഥയിലല്ലാത്ത, ശരീരത്തിന്റെ ബാലൻസിലല്ലാത്ത ദോഷങ്ങളെയും ശരീരാവസ്ഥയും ദഹനശക്തിയും ഒക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കർക്കിടക മാസത്തിൽ എല്ലാവരും കുറച്ച് വീക്കായിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ ഒരു ഏറ്റവും ശക്തരാക്കി മാറ്റാനായിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് അല്ലേ? ഈ മഴക്കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും അതുപോലെ ശരീരബലമൊക്കെ കുറഞ്ഞിരിക്കാവും. അപ്പൊ ഇതെല്ലാം കൂട്ടാനായിട്ട് നമുക്ക് കർക്കിടക ചികിത്സ നമ്മളെ സഹായിക്കും. ഈ കർക്കിടക ചികിത്സ എല്ലാ ആളുകളും ചെയ്യണം അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. കർക്കിടക ചികിത്സ എല്ലാവർക്കും ചെയ്യാം. പക്ഷെ അത് നമ്മളുടെ രോഗാവസ്ഥയും രോഗിയുടെ ശരീരബലം അനുസരിച്ചാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ആർക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ കൂടുതൽ ആൾക്കാരും ഈ സെഡേറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവരാണ്. ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പോസ്റ്ററുള്ള ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും മാനസിക സമ്മർദ്ദവും അതുപോലെ കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന, അങ്ങനെ പല ശരീര പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ കർക്കിടക ചികിത്സ കൂടുതൽ അനുയോജ്യമായിരിക്കും. അപ്പോ ഒരു ആരോഗ്യവാനായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് രോഗം വന്നവർക്ക് മാത്രമുള്ള ചികിത്സാ രീതിയല്ല. ആരോഗ്യവാനായിരിക്കുന്ന ആൾക്കും ചികിത്സ എടുക്കാം. കാരണം രോഗം വരുന്നതിനേക്കാൾ നല്ലതാണല്ലോ അതിന് മുമ്പ് പ്രതിരോധിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോഴും കർക്കിടക ചികിത്സ നല്ലതാണ്. അപ്പൊ രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് കർക്കിടക ചികിത്സ എടുക്കാം അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പോ രോഗികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ? രോഗാവസ്ഥയും അതിന്റെ തീവ്രതയും അനുസരിച്ച് രോഗാവസ്ഥയുള്ള ആളുകൾക്കും കർക്കിടക ചികിത്സ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു വൈദ്യ നിർദ്ദേശാനുസരണം മാത്രം ചികിത്സ എടുക്കുക. ഏതൊക്കെ രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരബലത്തിനനുസരിച്ചാണ് ഒരു വൈദ്യൻ രോഗവും അതിന്റെ ചികിത്സയും നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാം. വളരെ നല്ലതുമാണ്. കർക്കിടക ചികിത്സ പൊതുവിൽ ചെയ്യാനായിട്ട് നമ്മൾ എത്ര ദിവസമാണ് ഇത് ചെയ്യുക? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ ശാരീരികാവസ്ഥ, അതുപോലെ രോഗത്തിന്റെ ബലം, എത്രത്തോളം രോഗം തീവ്രമായിരിക്കുന്ന അനുസരിച്ചാണ് രോഗികൾക്കുള്ള കർക്കിടക ചികിത്സ തീരുമാനിക്കുന്നത്. ഇപ്പൊ പിന്നെ എല്ലായിടത്തും പാക്കേജുകളാണ്. 7 ദിവസത്തെ, 14 ദിവസത്തെ, 21 ദിവസത്തെ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അത് വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ കണ്ട് ഈ ചികിത്സ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി അനുസരിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ 7 ദിവസം, 14 ദിവസം, 21 ദിവസം അങ്ങനെ ഏത് വേണമെങ്കിലും നിശ്ചയിക്കാം. ഇപ്പൊ നമ്മൾ ആയുർവേദത്തില് ഒരു ചികിത്സ ചെയ്യുന്ന സമയത്ത് പഥ്യത്തിനെ കുറിച്ചൊക്കെ പറയുമല്ലോ. ഈ ഒരു കർക്കിടക ചികിത്സ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർക്കിടക മാസം എന്ന് പറയുന്നത് മഴയുടെ ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ദഹനശക്തിയും വളരെയധികം നമുക്ക് കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് ശരീരത്തിന് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം അതാണ് കഴിക്കേണ്ടത്. അതുപോലെ ഒരുപാട് തണുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക. വറുത്തതും പൊരിച്ചതുമായ, അതുപോലെ അസിഡിറ്റി കൂട്ടുന്ന
സാധനങ്ങൾ കഴിക്കാതിരിക്കുക തുടങ്ങിയവ നല്ലതായിരിക്കും. ഈ പഞ്ചകർമ്മയും അതുപോലെ തന്നെ കർക്കിടക ചികിത്സയും ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ? പഞ്ചകർമ്മ എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ശോധന ചികിത്സകളാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ നമ്മൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികളാണ്. കർക്കിടക ചികിത്സയിൽ നിർബന്ധമായിട്ടും ഈ 5 കർമ്മങ്ങൾ ചെയ്തോളണം നിർബന്ധമില്ല. 5 കർമ്മങ്ങളും ഒരാൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആവശ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ രോഗത്തിന് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗിയുടെ ശരീരബലം അയാൾ അതിന് ചെയ്യാൻ പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ മാത്രമേ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുള്ളൂ. ഈ ഒരു കർക്കിടക മാസം നമ്മൾ എല്ലാവരും മനുഷ്യർ പൊതുവെ വീക്കാവുന്ന സമയമാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതശൈലിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്? നമ്മൾ ആയുർവേദ ഒരു ജീവിതചര്യ കൂടിയാണ്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രശാഖ മാത്രമല്ല ആയുർവേദം. നേരത്തെ പറഞ്ഞ പോലെ രോഗമുള്ള ആൾക്കാർക്കുമുള്ള ചികിത്സാ രീതികളുണ്ട്. ഒരു അസുഖവും ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ കാലാവസ്ഥയിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ മഴക്കാലത്ത് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കുറേ കാര്യങ്ങൾ, ചെയ്യാൻ അരുതാത്തതായ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല ഉറക്കം, ലഘുവായ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം, കൂടുതൽ നനവ് നമ്മുടെ ശരീരത്തിൽ തട്ടാതെ നോക്കുക. അപ്പോൾ മഴക്കാലമാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ മഴ നനയാതിരിക്കുക. അതുപോലെ ധ്യാനം, അതുപോലെ ശുചിത്വം, വ്യക്തി ശുചിത്വമൊക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പം നമുക്കറിയാം സാംക്രമിക രോഗങ്ങളുടെ ഒരു കാലം കൂടിയാണ്. മഴവെള്ളത്തിൽ ഒരുപാട് നനയാതിരിക്കുക. അതുപോലെ ഈ സാംക്രമിക രോഗങ്ങൾ പടരുന്ന കാരണം കാലിലോ ഒക്കെ മുറിവുണ്ടെങ്കിൽ ചളിവെള്ളത്തിലൊക്കെ ചവിട്ടി പോകാതിരിക്കുക. അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത അറിയാത്ത അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഇപ്പം കൊതുക് കടി പോലുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ വരും, ദിവസവും പത്രത്തിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും നമ്മൾ ശുചിയായി സൂക്ഷിക്കുക, നമ്മുടെ ശരീരവും നമ്മൾ ശുചിത്വം പാലിക്കുക. നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണല്ലോ മാനസികമായിട്ടുള്ള ആരോഗ്യം. തീർച്ചയായിട്ടും. അപ്പൊ കർക്കിടക ചികിത്സ നമ്മുടെ മാനസിക ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്നുണ്ടോ ശരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ കാലം തന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. ആർക്കും സമയമില്ല, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിനെ നമുക്ക് പിടിച്ചാൽ കിട്ടാതെ സമയത്തിനെ മറികടന്നോടാനുള്ള ആണ് ഓരോരുത്തരുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനസിക സമ്മർദ്ദം നമുക്ക് കൂടും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ധാര പോലുള്ള ചികിത്സകൾ, എണ്ണ തേപ്പൊക്കെ നമ്മൾ കർക്കിടക ചികിത്സയിൽ സ്വാഭാവികമായിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. യോഗ പോലെയും ധ്യാനം പോലെയുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞു, രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ, ആരോഗ്യമുള്ളവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്കും കർക്കിടക ചികിത്സ പ്രാധാന്യമുള്ളതാണോ? ആയുർവേദത്തിൽ ഓരോ വ്യക്തിയുടെയും പ്രായത്തിനും അവരുടെ ശരീരബലത്തിനും ഒക്കെ അനുസരിച്ചാണ് മരുന്നുകളും ചികിത്സയും നിർദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ മാത്രമല്ല എല്ലാ ശാസ്ത്രശാഖയിലും അങ്ങനെ തന്നെയാണ്. ചികിത്സാ രീതികൾ അങ്ങനെയായിരിക്കും. ആയുർവേദത്തിലും കർക്കിടക ചികിത്സ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടികൾക്ക് ഒരു ഡോക്ടർ കണ്ട് ആ കുട്ടിക്ക് രോഗമുണ്ടോ അല്ലെങ്കിൽ രോഗമില്ലാത്ത ആളാണെന്നനുസരിച്ചായിരിക്കും അയാളുടെ മരുന്നും ചികിത്സാ രീതിയും നിശ്ചയിക്കുക. ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ആരും ചെയ്തില്ലെങ്കിലും കർക്കിടക കഞ്ഞി ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. കർക്കിടക കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കുന്നവർ. ഈ കർക്കിടക കഞ്ഞി അതിന്റെ പ്രാധാന്യം എങ്ങനെയാണ്? ഔഷധ സസ്യങ്ങളും ഒരുപാട് ധാന്യങ്ങളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ടാണ് ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത്. അത് ഓരോ ദേശത്തിനനുസരിച്ച് അതിലെ ചേരുവകൾ ചെറിയ രീതിയിൽ മാറ്റം വരാം. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കും. ഇപ്പം പല സ്ഥലങ്ങളിലും പല ഇതിലും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഔഷധക്കഞ്ഞി കിറ്റുകൾ ലഭ്യമാണ്. ഇപ്പം കോട്ടക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടക്കലിന് ഔഷധക്കഞ്ഞി ചൂർണം ലഭ്യമാണ്. നമുക്കിത് ചേർത്തിട്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കി ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മുൻപത്തെ പോലെ ഒരുപാട് കഷ്ടപ്പെടേണ്ട, ഈ ഒരു ചൂർണം ചേർത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറമ്പുകളിൽ നിന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറിച്ചെടുത്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ആർക്കും അതിനുള്ള സമയമില്ല, സാഹചര്യമില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഔഷധക്കഞ്ഞി ചൂർണം ഉണ്ട്, അത് നമുക്ക് വെച്ചിട്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഔഷധക്കഞ്ഞിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് വീട്ടില് ശീലിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇപ്പൊ നമ്മൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ദിവസവും ഈ തണുപ്പ് കാലത്ത് എണ്ണ തേച്ച് കുളിക്കുകയും എണ്ണ തേച്ച് ചെറിയ ചൂടെടുത്ത് കുളിക്കാം. ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാം. ധ്യാനം, നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ, അതുപോലെ ചെറിയ ചെറിയ യോഗകളൊക്കെ ചെയ്യാവുന്നതാണ്.
ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം പലരും ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കർക്കിടക മാസത്തിലെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ്? ഇപ്പോഴത്തെ യുവതലമുറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഉറക്കക്കുറവ്, അതുപോലെ മാനസിക സമ്മർദ്ദം മുതലായവ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എല്ലാവരുമില്ല, എന്നാലും ഒരു പകുതി ശതമാനം ആളുകളും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നവരായിരിക്കും. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഇവരെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അതൊക്കെ ഒന്ന് ഈക്വലൈസ് ചെയ്യാനും ഇതുവരെയുള്ള ആ ഒരു ദോഷങ്ങളെ പുറത്ത് കളയാനൊക്കെ ഈ കർക്കിടക ചികിത്സ അവരെ സഹായിക്കും. ഇപ്പോൾ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ. പ്രധാനമായിട്ടും ഈ കർക്കിടക ചികിത്സയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആവശ്യമില്ല, വെറും ഒരു സുഖചികിത്സയാണ്, അല്ലെങ്കിൽ വെറും ഒരു തടവലോ ഉഴിച്ചിലോ മാത്രമാണ് എന്നൊരു ധാരണ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ട്. ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പം തെറ്റിദ്ധാരണ മൂലമാകാം. പക്ഷേ കർക്കിടക ചികിത്സ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഓരോ രോഗിയുടെയും രോഗത്തിൻ്റെ ബലവും, രോഗമുള്ള ആളാണെങ്കിൽ ആ രോഗം എത്രത്തോളം തീവ്രമാണെന്നനുസരിച്ചും ആ വരുന്ന ആളുടെ ശരീരത്തിന് എത്രത്തോളം ബലമുണ്ട്, എന്തൊക്കെ അവസ്ഥയിലാണ് അയാൾ കടന്നു പോകുന്നതനുസരിച്ചും ആ ചികിത്സാ രീതി മാറും. അതിനനുസരിച്ച് ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ചികിത്സ. എല്ലാവർക്കും ആര് വന്നാലും എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതല്ല കർക്കിടക ചികിത്സ. ഇപ്പോ എണ്ണ തേച്ച് കുളിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ സമയമില്ലാതെ ഓടുന്ന ആളുകളാണ് എല്ലാവരും. അപ്പൊ ഈ എണ്ണ തേച്ച് കുളിയൊക്കെ മാറ്റി വെച്ച് വർഷത്തിൽ ഒരിക്കലോ മറ്റോ എണ്ണ തേച്ചാലായി എന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. അപ്പോ ഈ തലമുറയ്ക്ക് നമുക്ക് നൽകാവുന്ന പുതിയ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2-3 തവണ പറഞ്ഞു സമയത്തിന്റെ പ്രാധാന്യം, ആർക്കും സമയമില്ല എന്നുള്ളത്. അപ്പം നമ്മൾ കൂടുതൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും, അതല്ല ഇപ്പം ഡ്രൈനസ് പോലെ സ്കിന്നിന് ഇപ്പം എല്ലാവരും മുഖകാന്തി ആണല്ലോ, അതാണ് പുറത്തേക്ക് കാണുന്നത്. അതിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം വിഭയുടെ വിഭ എന്ന ബ്രാൻഡ് നെയിമിൽ സാൻഡിൽ ക്രീം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാഫ്രോണിൻ്റെ ഒരു സിറമുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കർക്കിടകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊലിയൊക്കെ ഡ്രൈ ആവും. ഇപ്പോൾ ഫേസൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ നമുക്ക് സന്ധിവേദനയൊക്കെ വരും. എണ്ണ തേച്ച് കുളിക്കാൻ സ്വാഭാവികമായിട്ട് പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് റൂക്കോട്ട് എന്ന പേരിൽ ലിനമെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച ആളുകൾ സ്കിന്നിന്റെ കാര്യത്തിൽ ഡാമേജ് ആയിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ആയുർവേദത്തിലൂടെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം പ്രൊഡക്ട്സ് കൊട്ടക്കലിന്റെ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് പോകാനോ, എന്നിട്ട് കിടന്നുറങ്ങാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് മാസ്ക് പോലുള്ള, ഇപ്പോൾ മാസ്ക് ഒക്കെ ഒരുപാട് കമ്പനി നടക്കുന്നുണ്ട്, നമ്മുടെ മാസ്ക് പോലുള്ള സംഭവങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കോട്ടക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും ആ ഒരു വിശ്വാസത്തോടു കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആയുർവേദം ആണല്ലോ എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടെ അല്ലേ? തീർച്ചയായിട്ടും. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 100 വർഷത്തിന്റെ മുകളിലായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് കോട്ടക്കൽ ആയുർവേദശാല എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ചികിത്സ തേടി നമ്മുടെ ആശുപത്രിയിൽ വരുന്നതാണ്. ആ വിശ്വാസം അതുപോലെ പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതാണ് നമ്മൾ ഇന്നും തുടർന്നു പോരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ആയുർവേദ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാനും കൺസൾട്ടേഷൻ സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ? നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ബ്രാഞ്ചുകളിലുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ ഫീ വാങ്ങുന്നില്ല. എല്ലായിടത്തും പൂർണ്ണമായിട്ടും ചികിത്സ പരിശോധന സൗജന്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ ബ്രാഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ ദിവസവും ഡോക്ടർ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് സൺഡേ. ഞായറാഴ്ചകൾ ഉൾപ്പെടെ ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് 2ാമത്തെയും 4ാമത്തെയും ചൊവ്വാഴ്ചകളിൽ അസ്ഥിരോഗ അതുപോലെ ഏനോറക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്ലിനിക്ക് ഇവിടെയുണ്ട്. നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൃശ്ശൂർ ബ്രാഞ്ച് വരുന്നത് പൂത്തോളില് പാറയിൽ ലൈനാണ്. നമ്മുടെ ജയലക്ഷ്മിയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാനും കൺസൾട്ടേഷൻ ഫീ ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതുപോലെ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ തന്നെ അവൈലബിളും ആണ്. തീർച്ചയായും നമുക്കിവിടെ പ്രൊഡക്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം 100-130ഓളം അംഗീകൃത മരുന്ന് വിതരണക്കാർ നമുക്കുണ്ട്. അപ്പം അവരിൽ കൂടിയും നമ്മുടെ മരുന്ന് ഇപ്പം ഇവിടെ വന്ന് കൺസൾട്ടേഷൻ നടത്തി 2ാമത്തെ തവണ ഇവിടെ വരാൻ സൗകര്യമില്ലാത്തവർക്ക് ഈ അംഗീകൃത വിതരണക്കാർ വഴിയും മരുന്നുകൾ അവൈലബിൾ ആണ്. ഈ കർക്കിടക കഞ്ഞിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ കർക്കിടക കഞ്ഞിയിൽ വരുന്ന ഔഷധ കൂട്ടുകൾ ശരിക്കും എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സർവ്വസമ്മതമായ ഒരു ഔഷധക്കഞ്ഞിയുടെ കൂട്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ദേശാന്തരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ കാലത്തും ഔഷധക്കഞ്ഞിക്ക് ഉണ്ടാവും. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ടാവും. ഇപ്പോൾ തൃകടു, കുറുന്തോട്ടി, ദശമൂലം തുടങ്ങിയവ എല്ലാ ഔഷധക്കഞ്ഞിക്കൂട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ രോഗ പ്രതിരോധ ശക്തിയെ കൂട്ടുവാനും ദഹനശക്തി കൂട്ടുവാനും സാംക്രമിക രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുവാനും ഒക്കെ ഈ ഔഷധക്കഞ്ഞി നമ്മളെ സഹായിക്കും. ബലകരമായ ഒരു ധാന്യത്തിൻ്റെ 10-1 അംശം ഔഷധക്കഞ്ഞി ചേർത്തിട്ട് പൊടി ചേർത്തിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കി ചെറു ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. നമ്മൾ എല്ലാവരും അനുവർത്തിക്കേണ്ട ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും കർക്കിടക ചികിത്സ എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ, അങ്ങനെ തന്നെയാണ്. പൊതുജനങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നൽകാനായിട്ടുള്ള സന്ദേശം എന്താണ്? ആരോഗ്യം രോഗമില്ലായ്മ മാത്രമല്ല, രോഗമില്ലാത്ത അവസ്ഥയിലും മനസ്സും ശരീരവും തമ്മിൽ സൂക്ഷിക്കേണ്ട ഒരു സന്തുലിതാവസ്ഥ തുടരുന്നത് കൂടിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫിറ്റാണ്, ഹെൽത്തി ആണെന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫിറ്റായ ഒരാൾ ഹെൽത്തി ആയിക്കോളണം നിർബന്ധമില്ല. ഇപ്പം നമ്മളിപ്പം ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായിട്ട് നമുക്ക് ഓടാനും ചാടാനും പറ്റും, നല്ല മസിലൊക്കെ ഉണ്ട്, അതാണല്ലോ ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഹെൽത്തി ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ടാവാം. നേരെ തിരിച്ചും വരാം. ഹെൽത്തി ആയ ഒരാൾ ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഹെൽത്തിയാണ് അതുപോലെ ഫിറ്റായ ഒരാൾ ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് സന്തുലിതമായി കൊണ്ടുപോകാൻ ആയുർവേദം നമ്മളെ സഹായിക്കും. കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൻ്റെ ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണ രീതിയും പിന്തുടരുന്നത് ഒരു സുഖകരമായ ആരോഗ്യകരമായ ദീർഘജീവിതം കെട്ടിപ്പടുവാൻ നമ്മളെ സഹായിക്കും. ആയുർവേദവും കർക്കിടക ചികിത്സയും ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആയുർവേദത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അതിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തൃശൂർ ബ്രാഞ്ച് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ജിതിൻ രാജ് RS. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.